നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ ആദ്യമായിട്ട് തുടങ്ങുമല്ലയോ. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ട് നമ്മൾ എന്തായിരുന്നാലും സ്റ്റാർട്ടാക്കണം. അപ്പോൾ ഈ സ്റ്റാർട്ടാക്കുമ്പോൾ ഈ താക്കോലിനെ കുറിച്ച് മാത്രം പറയാം. താക്കോലിന് എത്ര സ്റ്റെപ്പ് ഉണ്ട് മൊത്തം? 3 സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചേ. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പായില്ലേ? അഥവാ സ്റ്റീറിംഗ് ലോക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? ഇടത് കൈ വെച്ച് ഒന്ന് അനക്കിക്കൊണ്ട് നമ്മൾ ലോക്ക് എടുക്കണം. സ്റ്റീറിങ്ങിൻ്റെ ലോക്ക് എടുക്കണം. 2 വീലറിനായാലും കാറുകൾക്കായാലും എന്തുകൊണ്ട് ലോക്ക് എടുത്ത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്തൊക്കെ വരും പറഞ്ഞു? നമ്മുടെ പറഞ്ഞാരേ വാണിംഗ് ലൈറ്റുകൾ. ഓക്കെ, വാണിംഗ് ലൈറ്റുകൾ എത്ര എണ്ണം ഉണ്ട്? 22. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ കാണിക്കുന്നത്? ബാറ്ററിക്കകത്ത് ചാർജ് ഉണ്ടോ, എഞ്ചിനകത്ത് ഓയിലുണ്ടോ, ഒക്കെ ഉണ്ട്. അത് മീറ്റർ ബോർഡിലാണ് വരുന്നത്. അപ്പൊ ഇനി നമ്മളിപ്പോ എന്താണ്? ഗിയർ നമ്മുടെ ന്യൂട്രൽ അല്ലേ? ഇപ്പൊ ഗിയർ എന്താണ്? ന്യൂട്രൽ അല്ലേ? ന്യൂട്രാന്നോ പരിശോധിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക അല്ലേ? ഇനി നമ്മൾ താക്കോല് പിടിച്ച് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ. വലത് കാൽ ബ്രേക്കിലോട്ടൊന്ന് വെച്ചോളൂ. വലത് കാൽ ബ്രേക്കിൽ വെച്ചുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ടായി കഴിഞ്ഞ് നമ്മൾ താക്കോലിന് അപ്പോഴും വിടണം കേട്ടോ. സ്റ്റാർട്ടായില്ല എന്നുണ്ടെങ്കിൽ ആ താക്കോലിന് 1 സെക്കൻഡ് സമയം കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടർ മോട്ടറെല്ലാം ഇല്ലാമായി പോകും കേട്ടോ. സ്റ്റാർട്ടായതിനു ശേഷം പിന്നെ സ്റ്റാർട്ടാക്കരുത്. സ്റ്റാർട്ടായില്ലെങ്കിൽ താക്കോലിന് എത്ര സെക്കൻഡ് സമയം കൊടുക്കണം? 1 സെക്കൻഡ് സമയം കൊടുക്കണം കേട്ടോ. ഓർമ്മയിരിക്കണേ. ഓക്കെ.